ഹലോ. അപ്പം വയനാട് വരെയുള്ള കഥ പറഞ്ഞായിരുന്നില്ലേ? വയനാട്ടിൽ നിന്ന് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബാംഗ്ലൂർക്ക് ഇറങ്ങിയിട്ടോ. ഗുണ്ടൽപേട്ട വഴിയാണ് പോകുന്നത്. രാവിലെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷെ അത്ര നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല. ഈ ഗുണ്ടൽപേട്ട മൈസൂർ റൂട്ടിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളെപ്പോൾ പോയാലും നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാഴ്ച എപ്പോഴും ഉണ്ടാവും. അങ്ങനെ തന്നെയായിരുന്നു ഈ പ്രാവശ്യവും. ഞങ്ങളൊരു അമ്മ ആനേനെയും കുട്ടി ആനേനെയും കണ്ടു കേട്ടോ. അത് കാണാൻ എന്ത് രസമായിരുന്നു എന്നറിയോ? ഈ ആനകളെ കാണുമ്പോണ്ടല്ലോ എത്ര കണ്ടാലും മതി വരില്ല, നോക്കി നിൽക്കാൻ തോന്നും. അത് കഴിഞ്ഞിട്ട് ഒരു 5:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയതാട്ടോ. ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ലഞ്ചിന് ഞങ്ങൾ എവിടെയും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ബാംഗ്ലൂർ ട്രഫിൾസിൽ പോയി. ട്രഫിൾസിലെ ബർഗേഴ്സാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ. വിലയോ തുച്ഛം ഗുണവും വെച്ചെന്ന് പറയും പോലെയാണ്. ആദ്യം തന്നെ ഞങ്ങളൊരു സ്പെഗറ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു ലാംബ് ബർഗറും പിന്നെ ഒരു ഫ്രൈഡ് ചിക്കൻ ബർഗറും വാങ്ങിച്ചു. ലാംബ് ബർഗർ എനിക്കായിരുന്നു കേട്ടോ. എനിക്ക് ഇവരുടെ ലാംബ് ബർഗർ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഫ്രൈഡ് ചിക്കൻ ബർഗർ ഈസ് ഫോർ കുക്കു. ആൻഡ് ടേസ്റ്റ് ലാമ്പ് തന്നെയായിരുന്നു കേട്ടോ. നമ്മളത് കഴിക്കുമ്പോഴല്ലോ ആ ഒരു ഫ്ലേവർ ഇങ്ങനെ വായിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് സ്പെഗറ്റി ഓൾസോ അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് ഫ്രൈഡ് ചിക്കൻ മാത്രം അത്ര ഇഷ്ടമായില്ല. അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫ്ലാറ്റിലേക്ക് പോയി. 2 മാസം അടച്ചിട്ടതുകൊണ്ട് തന്നെ ഫ്ലാറ്റിൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമായിരുന്നു കേട്ടോ. അതിലേറ്റവും വിഷമമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ചെടികളൊക്കെ വാടിപ്പോയി. ഇതെൻ്റെ ഫേവറേറ്റ് ചെടിയായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ആകെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലാറ്റ്. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളും മൊത്തം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റിട്ട് ഞങ്ങളുടെ ബാൽക്കണിയുടെ കോലം കണ്ടപ്പോഴാണ് അയ്യോ സഹിക്കാൻ പറ്റില്ല. ഉള്ള പ്രാവുകൾ മുഴുവൻ തൂറി നാറ്റിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കെയർ ടേക്കറെ വിളിച്ചു. ആൾ വന്നിട്ട് ഇത് ഫുൾ ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ. പിന്നെ പോകുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് വേസ്റ്റൊക്കെ ബോക്സുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്പേസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബാൽക്കണി എന്ന് പറയാൻ മാത്രമുള്ള സ്പേസ് ഒന്നുമില്ല, എന്നാലും ചെറിയൊരു സ്പേസ്. അങ്ങനെ അതെല്ലാം ആളെ കൊണ്ട് ക്ലിയർ ചെയ്യിച്ചു. ആളിതാ വരുമ്പോൾ ആളുടെ കുട്ടിയായിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് ആരോഹി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.